അതെ, നമ്മുടെ പൊന്നൂന് ചോറ് കൊടുത്തു കേട്ടോ. ഇന്നലെ ഞായറാഴ്ച ജൂലൈ 5-ാം തീയതിയാണ് ചോറ് കൊടുത്തത്. 6 മാസം തികയണേക്കാൾ മുന്നേ ചോറ് കൊടുക്കണം എന്നാണല്ലോ. അപ്പം നമ്മൾ നല്ലൊരു ദിവസം നോക്കി ഇന്നലെ തന്നെ ഗുരുവായൂർ പോയി ചോറ് കൊടുത്തു. അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ആദ്യത്തെ ചോറൂണ് കണ്ണൻ്റെ മുന്നിൽ തന്നെ വെച്ച് വേണമെന്ന്. അതിൻ്റെ പേരിലാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അവിടെ നമ്മൾ എത്തിയപ്പോൾ ഒരു 8 മണി 8:30 ആയിട്ടുണ്ടാവും കേട്ടോ. അവിടെ ചെന്ന ഉടനെ ഉണ്ണിയുടെ ആ കുഞ്ഞു പാവാടി ബ്ലൗസൊക്കെ നമ്മൾ മാറ്റിയതാണ് ഇതുപോലൊരു മുണ്ട കുടിപ്പിച്ച് അമ്പലക്കുളത്തിൽ കൊണ്ടുപോയി ഇതുപോലെ കാലൊക്കെ നനപ്പിച്ചു കേട്ടോ. ആദ്യമായിട്ടല്ലേ അവൾ ഇത്ര തണുവുള്ള വെള്ളത്തിൽ കാലും മുട്ടിക്കണേ. അതിൻ്റെ ഒരു ചിരിയാണ് ആ മുഖത്ത് കണ്ടത് കേട്ടോ. നല്ല തിരക്കായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഗുരുവായൂർ പിന്നെ തിരക്കില്ലാത്ത ദിവസമില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഉണ്ണിക്ക് ചോറ് കൊടുക്കാനായിട്ടുള്ള നമ്മൾ പോയത്. അപ്പോൾ വലിയ ക്യൂവിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്ത് കാര്യം, നമ്മളെത്തിയപ്പോൾ വൈകിയല്ലോ. ഇവിടെ കാലത്ത് 5 മണി തൊട്ട് തന്നെ ചോറൂണ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ആ സമയത്ത് വരികയാണെങ്കിൽ കുറച്ചും കൂടി തിരക്കില്ലാതെ നമുക്ക് കൊടുത്തു പോരായിരുന്നു എന്ന് തോന്നുന്നു. ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് 100 രൂപയുടെ ഒരു റെസിപ്റ്റ് പുറത്ത് കൗണ്ടറിൽ നിന്ന് എടുക്കണം. കൂടാതെ ഫോട്ടോ എടുക്കാനും 100 രൂപ കൊടുത്ത് റെസിപ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോണോ ക്യാമറയോ ബാഗും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കാറിൽ വെച്ച് വരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇവിടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് കൊടുക്കലിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അവർ ഒരാഴ്ചയ്ക്കുള്ളിൽ അയച്ചു തരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചോറ് കൊടുക്കാൻ നല്ല വലിയ ക്യൂ തന്നെയായിരുന്നു. ആ ക്യൂവിലേക്ക് നിൽക്കണേക്കാൾ മുന്നേ തന്നെ ഉണ്ണിക്ക് ഫീഡ് ചെയ്ത് കംഫർട്ടാക്കി നിർത്തി കഴിഞ്ഞാൽ കുറച്ച് വാശി കുറയും. നമ്മുടെ ഭാവനെ നമ്മൾ സെറ്റാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ, എങ്കിൽ പോലും അവിടുത്തെ തിരക്കും ചൂടും ബഹളമൊക്കെ കാരണം അവളും അത്യാവശ്യം വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ മിക്ക കുട്ടികളും കരച്ചിൽ തന്നെയാണ് കേട്ടോ. ഫീഡിങ് റൂം ഉണ്ട്, പക്ഷേ അത് താഴെയാണ്. ഈ ക്യൂവിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി താഴെ ചെന്ന് പാല് കൊടുക്കാൻ വേറെ ക്യൂ ഉണ്ട്. അതിൽ നിൽക്കണേക്കാൾ ഭേദം നമുക്ക് അതിനുള്ളിൽ തന്നെ ഞാൻ ഇത് കുഞ്ഞു കോർണറൊക്കെ കണ്ടുപിടിച്ച് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ണിക്ക് ഫീഡ് ചെയ്തു കേട്ടോ. അമ്മാമ്മയും അമ്മയും ഏട്ടനും ഞാനും കൂടിയാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഉണ്ണിക്ക് ആദ്യത്തെ ആ ഒരു പായസവും പപ്പടവും പഴവും കൂട്ടി ചോറൊക്കെ കൊടുത്തു. കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു കേട്ടോ. അവൾ അതുവരെ കരഞ്ഞെങ്കിലും ഊണ് കൊടുക്കണ നേരത്ത് കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു റെസിപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് അവർ സീല് വെച്ച് കയ്യിൽ തരും. അത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യൽ എൻട്രി വഴി അധികം തിരക്കില്ലാതെ ഉണ്ണിക്കും പേരൻസിനും സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവർക്കും കയറി തൊഴാൻ പറ്റും കേട്ടോ. കൂടെ ഉള്ളവർക്ക് പറ്റില്ല, അവർ മെയിൻ ക്യൂ തന്നെ നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ പോയി തൊഴുതു വന്നു. അവിടെ കുറച്ച് നേരം പുറത്ത് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വരുന്ന വഴി പിഷാരടി ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല ഒന്ന് ഫോളോ കൂടി ചെയ്തേക്ക്.